ഒടുവിൽ ഏവരുടെയും ആകാംക്ഷകളെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. പാതിരാത്രിയും കഴിഞ്ഞ് 1.5 മണിക്ക് ശേഷമാണ് ഈ ആക്രമണം നടന്നത് എന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ സിവിലിയന്മാർക്ക് യാതൊരു ദോഷവും ജീവഹാനിയും സംഭവിച്ചിട്ടില്ല. കൊടുത്തപ്പോൾ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ നയതന്ത്രപ്രധാനമായ പ്രദേശങ്ങളൊന്നും തന്നെ ഇന്ത്യ ആക്രമിക്കുകയുണ്ടായിട്ടില്ല. ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വച്ചത് ലഷ്കർ-ഇ തൊയ്ബ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദി സംഘടനകളുടെ തീവ്രവാദ ഉൽപ്പാദന കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതും ആക്രമിച്ചതും. ഇപ്രകാരം പാകിസ്ഥാനിലെ പഞ്ചാബിൽ 4, പാകിസ്ഥാനിലെ ഒക്യുപ്പൈഡ് കാശ്മീരിൽ 5 ഇപ്രകാരമുള്ള തീവ്രവാദ ഉൽപ്പാദന സംഘടനകളെ, ഉൽപ്പാദന കേന്ദ്രങ്ങളെ പരിപൂർണമായിട്ടും ഇന്ത്യക്ക് തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചു. ഇതിനു വേണ്ടി നമ്മൾ നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു. ഇതൊരു വൻ വിജയമായിരുന്നു. ഇതിൻ്റെ അവസാനത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തീവ്രവാദിയായ അസർ മഹ്മൂദ് അടക്കമുള്ള നിരവധി തീവ്രവാദികളെ കൊന്നൊടുക്കാൻ, നശിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം 86 തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കണക്ക് പ്രകാരം അതിൻ്റെ എത്രയോ ഇരട്ടി തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും അടിച്ചപ്പോൾ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്കോ സിവിലിയൻ കേന്ദ്രങ്ങൾക്കോ യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്കാർക്കും ഒരു ജീവഹാനിയും സംഭവിച്ചിട്ടില്ല. ഇന്ത്യ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകളെയാണ്, അവരുടെ ഒളിത്താവളങ്ങളെയാണ്, ഒളിസങ്കേതങ്ങളെയാണ്. അവയെ പരിപൂർണമായിട്ടും നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ ഈ തീവ്രവാദ സംഘടനകളുടെ വേരുകൾ അറുത്ത് മുറിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കിയ തീവ്രവാദികൾ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്.